പശ്ചിമേഷ്യൻ സംഘർഷം അഞ്ചാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഇറാനെ പരാജയപ്പെടുത്താൻ കഴിയാത്തതിലും യുദ്ധം കൈകാര്യം ചെയ്യുന്നതിലുള്ള ട്രംപിന്റെ പരാജയമാണ് നിലവിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അമേരിക്കൻ ജനത ഉൾപ്പെടെ ട്രംപിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. മാത്രമല്ല, അമേരിക്കയെ പിന്തുണയ്ക്കാൻ പോലും വിസമ്മതിച്ചിരിക്കുകയാണ് രാജ്യങ്ങൾ എന്നതുകൊണ്ടും ട്രംപ് ഇറാന് മുന്നിൽ കീഴടങ്ങേണ്ട സ്ഥിതിഗതികൾ വരുമെന്നും ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ വ്യോമാക്രമണത്തിൽ ഇറാനെ പരാജയപ്പെടുത്താൻ കഴിയാതെ പോയ US കരയുദ്ധത്തിന് ശ്രമിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് US സൈന്യം സ്വന്തം യുദ്ധരഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണെന്നും ഇത് ശത്രുക്കൾക്ക് മുൻതൂക്കം നൽകുന്നുവെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. US മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ പെന്റഗണിന് സമീപമുള്ള പിസ ഹട്ടുകളിലേക്ക് അധിക ഓർഡറുകൾ എത്താറുണ്ടെന്നും പരസ്യമായ ഒരു രഹസ്യമാണ്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ US സൈനിക താവളങ്ങൾക്ക് സമീപമുള്ള ബാർ സ്ട്രിപ്പ് ക്ലബ്ബുകൾ തിരക്കേറിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സാൻഡിഗോ ആസ്ഥാനമായുള്ള ബാർ നർത്തകിയായ ചാംഡേഴ്സ് ആണ് ഇറാനെതിരായ യുദ്ധത്തിനിടയിൽ യുവ US സൈനികർ തങ്ങളുടെ വിന്യാസത്തെക്കുറിച്ച് സംസാരിക്കുന്നതായി ടിക്ടോക്ക് വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ 9 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ചാം ഒരു വൈറൽ വീഡിയോയിൽ അടുത്തുള്ള സൈനിക താവളങ്ങളിൽ നിന്നുള്ള വിഷാദരായ ഒരു കൂട്ടം US സൈനികർ അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന തങ്ങളുടെ വിന്യാസത്തെക്കുറിച്ച് വിലപിക്കുകയും അവരുടെ മുഴുവൻ പണവും ക്ലബ്ബുകളിൽ ചിലവഴിക്കുകയും ചെയ്യുന്നതായി അവകാശപ്പെട്ടു. അടുത്തിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, എല്ലാ സൈനികരും ക്ലബ്ബിലേക്ക് കടന്നു വരുന്നു. അവർ അവരുടെ മുഴുവൻ പണവും ചിലവഴിക്കുന്നു. അവർ ഒരുതരം വിഷാദത്തിലാണ്. അവർ അതെ, നമുക്ക് ആസ്വദിക്കാമെന്ന മട്ടിലാണ്. പക്ഷേ എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിട്ട് അവർ അടുത്തയാഴ്ച ഞങ്ങൾ വിന്യസിക്കും എന്ന മട്ടിലാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അവരിൽ പലരും വളരെ ദയയുള്ളവരാണ്. ഈ ചെറുപ്പക്കാരെ കാണുന്നതും അവരോടൊപ്പം നൃത്തം ചെയ്യുന്നതും പിന്നീട് ബൈ പറയുകയും ചെയ്യുന്നത് എന്നെ വികാരാധീനയാക്കുന്നു, ചാം കൂട്ടിച്ചേർത്തു. സൈനികരെ ശിശു മുഖമുള്ളവർ എന്നും ഗർഭസ്ഥ ശിശുക്കൾ എന്നുമാണ് അവർ വിശേഷിപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ഇറാനുമായി വലിയൊരു കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുകയാണെന്ന ഊഹാപോഹങ്ങൾക്ക് ചാമിന്റെ വീഡിയോ കരുത്തു നൽകിയിട്ടുണ്ട്. സാൻഡിഗോ നേവൽ ബേസ്, കൊറോനാഡോ നേവൽ ബേസ്, ക്യാമ്പ് പെൻഡിൽട്ടൺ എന്നിവയുൾപ്പെടെയുള്ള ഏറ്റവും വലിയ US സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നിനടുത്താണ് ചാമിന്റെ സ്ട്രിപ്പ് ക്ലബ്ബ് ഉള്ളത്. ചാമിന്റെ വീഡിയോ വളരെ വേഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. കരയുദ്ധത്തിനായി വിന്യസിക്കപ്പെടുന്ന സൈനികരുടെ മാനുഷിക അവകാശത്തെ കുറിച്ചായിരുന്നു ചിലർ എഴുതിയത്. മറ്റു ചിലർ ഇത്തരം വെളിപ്പെടുത്തലുകൾ തങ്ങളുടെ സൈനികരുടെ ആത്മവിശ്വാസം തകർക്കുമെന്നും അത് ശത്രു സൈന്യത്തിന് മുതൽക്കൂട്ടാകുമെന്നും എഴുതി. മറൈൻ എക്സ്പെഡിഷനറി യൂണിറ്റുകളും 82ാമത് എയർബോണിന്റെ ഘടകങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിന് അധിക സൈനികരെ ഇറാനിൽ വിന്യസിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത്. ഇതിനകം 3500ഓളം സൈനികർ പശ്ചിമേഷ്യയിൽ എത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം അടുത്തിടെ നടന്ന ഒരു വോട്ടെടുപ്പിൽ 3ൽ 2 US ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.